കോഴിക്കോട് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് മുകളിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ലൈബ്രറി കെട്ടിടം ചോർന്നൊലിക്കുകയാണ്. ഇതോടെ ഇവിടെ സൂക്ഷിച്ചിരുന്ന 1000-ലധികം പുസ്തകങ്ങൾ ഏത് സമയവും നശിക്കുമെന്ന അവസ്ഥയിലാണ്. പ്രശ്നം പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് അക്ഷരസ്നേഹികളുടെ പരാതി. കോഴിക്കോട് പേരാമ്പ്രയിൽ ആയിരങ്ങൾക്ക് അറിവിന്റെ നന്മ പകർന്നു നൽകിയതാണ് ഈ വായനശാല. പക്ഷേ ഇന്ന് തകർച്ചയുടെ വക്കിലാണ് പേരാമ്പ്ര പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഈ പബ്ലിക് ലൈബ്രറി കെട്ടിടം. മഴയെത്തിയതോടെ കെട്ടിടം ചോർന്നൊലിക്കുകയാണ്. കെട്ടിടത്തിനുള്ളിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്നു. കെട്ടിടത്തിന്റെ ചുമരുകളും അപകടാവസ്ഥയിൽ. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ ചോർന്ന പഞ്ചായത്ത് ലൈബ്രറി അത് 2-3 ദിവസമായിട്ട് ഇപ്പോൾ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ആൾക്കാർക്ക് അതിനകത്ത് കാര്യാല് മുട്ടിനറ്റം വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലെ ഷീറ്റ് കാറ്റത്ത് വാർക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് വല്ല അറിയും 2 ദിവസം ഇതൊന്നും ചെയ്തിട്ടില്ല. വായനക്കാരും വരുന്ന പുസ്തകം എടുക്കാൻ വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. വായനശാലയിൽ സൂക്ഷിക്കുന്ന 1000-ലധികം പുസ്തകങ്ങൾ നശിക്കാനും തുടങ്ങി. അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ല എങ്കിൽ ഈ വായനശാലയും ഇല്ലാതാകും. ഈ പുസ്തകം എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചൊരു ദുഃഖത്തിലാണ് അവരുള്ളത്. ഈ പഞ്ചായത്ത് ലൈബ്രറി എങ്ങനെയെങ്കിലും, കാരണം അധികം ആൾക്കാർ ഈ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ലൈബ്രറി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും നല്ലൊരു ലൈബ്രറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആ ലൈബ്രറി ഇതേ ദുരവസ്ഥയിൽ എത്തിക്കുന്നതിന് കാരണം പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ പഞ്ചായത്ത് ലൈബ്രറിയെ രക്ഷിക്കാൻ വേണ്ട എല്ലാ നടപടികളും പഞ്ചായത്ത് അധികൃതർ ഏറ്റെടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് കാര്യമായി ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. വായനശാല സംരക്ഷിക്കാത്ത അധികൃതരുടെ നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം, കോഴിക്കോട്.